കണ്ണൂരെത്തി ആദ്യം കണ്ടത് മുത്തപ്പനെയായിരുന്നു കേട്ടോ. വളപട്ടണം പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുത്തപ്പനെ കണ്ട് തൊഴുതിറങ്ങി. അകത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫീസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ സൈഡിലെ കടകളിലെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോയത് കണ്ണൂരിൻ്റെ ചരിത്ര പ്രസിദ്ധമായ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കായിരുന്നു. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, ഒരു 20-25 രൂപ ഇന്ത്യൻസിനും 250 രൂപ ഫോറിനേഴ്സിനും. ഈ ഫോർട്ടിൻ്റെ ഏറ്റവും ഭംഗി എന്തെന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന അറേബ്യൻ ദൃശ്യങ്ങളായിരുന്നു. ഈ നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോർട്ടിൻ്റെ മുകളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സീയിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ക്യാനോൺസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. 1505 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ് ഈ ഫോർട്ട്. അതിൻ്റെ ഭംഗി എന്തെന്ന് പറഞ്ഞാൽ ദാ ഈ കല്ലിൽ തീർത്ത മതിലുകളും അതുപോലെ തന്നെ ഈ അറേബ്യൻ സീയുടെ വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു. താഴെ കുതിരശാലകളും ഉണ്ടായിരുന്നു. ആ കുതിരശാലകളുടെ ആർക്കിടെക്ചർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല കൗതുകമായിരുന്നു. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. കുതിരശാലയുടെ അകത്ത് കയറിയപ്പോഴാണ് നല്ല തണുപ്പ്, പ്രത്യേക ഫീലായിരുന്നു അതിലുള്ളിൽ നടന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കായിരുന്നു. സൈഡിലെ പോസ്റ്റിൽ കാണുന്നുണ്ടായിരുന്നു ബോംബെ സർക്കസ്, അതുകൊണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബോംബെ സർക്കസ് തന്നെയായിരുന്നു. മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ ചെന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ഒരു പ്രത്യേക ഫീലായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചായിരുന്നു മുഴുപ്പിലങ്ങാട്. അങ്ങനെ ഞാനും അവിടെ വണ്ടി ഓടിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ ബോംബെ സർക്കസ് കണ്ടു. ബോംബെ സർക്കസും കണ്ട് രാത്രിയിൽ സിനിപ്പോളിസിൽ പോയി കാന്താരം കണ്ടു. അവിടുന്ന് വീട്ടിൽ പോയി. ടാറ്റാ.